ചാനലിലേക്ക് നമ്മളൊരു ബയോ കമ്പോസ്റ്റ് ബിന്നിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഇവിടെ തന്നെ ചെയ്യണ ഒരു ബിന്നാട്ടോ. ഇതാട്ടോ ഇതിൻ്റെ ഇത് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിൽ നമുക്ക് കിട്ടിയതാണിത് ബയോ കമ്പോസ്റ്റ് ബിൻ. ഇതേപോലത്തെ ഒരു 3 ഡബ്ബയായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഓൾറെഡി നിറഞ്ഞിരിക്കാട്ടോ. അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ബയോ കമ്പോസ്റ്റ്, ഈ പച്ചക്കറി വേസ്റ്റൊക്കെ എങ്ങനെയാണ് ബയോ കമ്പോസ്റ്റ് ആക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതിലേക്ക് കുറച്ച് കരിയില ചകിരിച്ചോറൊക്കെ ഇടുക. എന്നിട്ടാണ് പച്ചക്കറി വേസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു ദിവസം ഇട്ടിട്ട് അതിൽ കുറച്ച് കരിയില ഇടാം, ചകിരിച്ചോറ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കരിയില ഇടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനമാണ് നമ്മൾ ഈ വേസ്റ്റൊക്കെ കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നത്. ഇതാണ് റോബിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റമാണ്. ഇതാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഏരിയ. ഒരു 250 ആണ് ഇതിൻ്റെ MRP വരുന്നത്, 260 ആണ്. ഇതാട്ടോ സംഭവം, ഇതാണ് ഇതിൻ്റെ സംഭവം. ഓക്കെ, അപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിതിലേക്ക് കരിയില അല്ലെങ്കിൽ ചകിരിച്ചോറ് ഏതെങ്കിലുമൊക്കെ ഇടാം. ഫസ്റ്റ് ഞാൻ ഇച്ചിരി ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാണ്. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റാണ് കൂടുതൽ ഇടുന്നത് നല്ലത് കേട്ടോ. മറ്റേ വേസ്റ്റ് കറിയുടെ ബാക്കി, ഇറച്ചി, മീനിൻ്റെ മുള്ള് അതൊക്കെ ഇട്ടാലും പുഴു ഭയങ്കരമായിട്ട് വരും. അപ്പോൾ അതിന് നല്ലത് പച്ചക്കറി വേസ്റ്റ് കൂടുതൽ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കരിയില ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. ഈ കരിയില പൊടിഞ്ഞ് വളമായിട്ട് തീരുകയും ചെയ്യും. പിന്നെ നമ്മൾക്ക് കരിയില നമുക്ക് കത്തിക്കേണ്ട ആവശ്യം വരികയും ചെയ്യില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് ചാരം ഇട്ട് കൊടുത്താലും നല്ലതാണ്. അത് പുഴു വരണത് ഇച്ചിരി കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ഞാൻ ഇടയ്ക്ക് ചാരം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, അത് നമ്മളിതിൽ കണ്ടില്ലേ ഇതേപോലെ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കുറച്ചും കൂടി വേണം ഇടാം. കരിയില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കണം നമ്മുടെ പച്ചക്കറി വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറച്ചധികം വേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് പച്ചക്കറി തൊലി കളഞ്ഞ വേസ്റ്റുകൾ മാത്രമാണ് കൂടുതലും വെച്ചേക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചായപ്പൊടിയുടെ ഈ ചണ്ടിയില്ലേ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഞ്ചസാര ഇടുന്നേക്കാൾ മുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് മധുരം വന്നു കഴിഞ്ഞാൽ ഉറുമ്പ് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഞാൻ കൂടുതലും പച്ചക്കറി തൊണ്ടാണ് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കറി ഇത് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ ഒരു പൊടി, ഇത് കണ്ടോ, ഈ ഒരു പൊടിയാണ് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു അടപ്പെടുത്തിട്ട് അതിൽ വിതറി കൊടുത്താൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാനായിട്ട് സഹായിക്കണ ഒരു ഐറ്റം ആട്ടോ ഇതാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരടപ്പിൽ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു പൊടിയാണ് ഇത് നമ്മളിപ്പോൾ ആദ്യം ചകിരിച്ചോറിട്ടു, പിന്നെ കരിയിലിട്ടു, പിന്നെ ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടു. അതിൻ്റെ മീതെ നമ്മൾ ഈ ഒരു പൊടി ഒരടപ്പ് പൊടി എടുത്ത് ഇങ്ങനെ വിതറി കൊടുക്കും കേട്ടോ. അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് കരിയിലിട്ട് കൊടുക്കാം. ഓക്കെ, ഈ കരിയില മുറ്റത്തു നിന്ന് അടിച്ചതൊക്കെ ഞാനിങ്ങനെ ശേഖരിച്ച് വെച്ചേക്കാം കേട്ടോ. കരിയില ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും വേണമെങ്കിൽ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ചകിരിച്ചോറ് ഇതേപോലെയാണ് നമ്മൾ ഇത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചേക്കാം. പിന്നെ അടുത്ത ദിവസത്തെ വേസ്റ്റ് വരുമ്പോൾ അത് അതിൻ്റെ മീതെ ഇടാം. അത് ഒരു 2 ദിവസം വേസ്റ്റ് ഇട്ടിട്ട് ഈ ഒരു പൊടി വിതറി കൊടുത്താൽ മതി. എല്ലാ ദിവസവും പൊടി വിതറി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അടച്ച് മൂടി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് 2 ബിന്നും ഓൾറെഡി നിറഞ്ഞിരിക്കാം കേട്ടോ. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ആട്ടോ ഇരിക്കണം. ഇത് ഓൾറെഡി നിറഞ്ഞതാണ്. അപ്പോൾ ഈ നിറഞ്ഞു കഴിഞ്ഞ് നമുക്കിത് മാറ്റണം, പുതിയതിലേക്ക് മാറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഞാൻ ഓൾറെഡി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചകിരിച്ചോറ്.
ഓക്കെ. ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് അടച്ചു മൂടി വയ്ക്കാം. ഇതിനി നമുക്ക് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് നമുക്ക് വളമായിട്ട് മാറിക്കിട്ടും കേട്ടോ. ഓക്കെ. ഇനി ഇതിൻ്റെ അടിയിൽ ഒരുവിധം ആയതുണ്ട്, അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഏറ്റവും അടിയിലുള്ള ഒരു പാത്രമായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കണ്ട ഏകദേശം പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കരിയിലേക്കിട്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത്തിരി സമയം എടുത്ത് ഞാൻ ചക്കമടലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, അതുകൊണ്ടാണ് അതിങ്ങനെ ആവാനായിട്ട് കുറച്ച് സമയം എടുത്തത്. അപ്പോൾ ഇത് ഒരു ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. പൊടിഞ്ഞ് ശരിക്കും പൊടി പോലെ ഒരു വളമായിട്ട് മാറിക്കിട്ടും. ഇതിൽ മണമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതിൽ. പിന്നെ ഇതിൽ പച്ചക്കറി വേസ്റ്റാണ് കൂടുതൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഇറച്ചി മീനിൻ്റെയൊക്കെ വേസ്റ്റ് ഇടാമെന്ന് പറയുമെങ്കിലും അത് ഇട്ട് കഴിഞ്ഞാൽ മണം കൂടുതലായിരിക്കും, അതേപോലെ പുഴുക്കൾ വരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൂടുതൽ ഇടുക. പിന്നെ ഇത് കുറച്ച് നാളിങ്ങനെ അടച്ചു വെച്ചേക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് വളമായിട്ട് മാറണത്. ഓക്കെ. ഇതേപോലെ ഒരു 3 ബിന്നിലാണ് ഇതിരിക്കുന്നത്. സ്റ്റെപ്പായിട്ടാട്ടോ ഇത് വയ്ക്കുന്നത്. ഞാൻ കാരണം പച്ചക്കറി വേസ്റ്റ് ഒന്നും കോർപ്പറേഷനിൽ കൊടുക്കാറില്ല. ഇതിങ്ങനെ 3 ഡബ്ബയായിട്ട് മീതയ്ക്ക് മീത് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ കമ്പോസ്റ്റ്, ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന രീതി. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ശരി. ഓക്കെ. താങ്ക് യു.